ഹൗദുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടുന്ന 5 വിഭാഗമുണ്ട്. ഒന്ന്, തെറ്റിനെ നിസ്സാരമാക്കുന്നവർ. അതൊന്നും പ്രശ്നമല്ല, അതെല്ലാം നോക്കിയാൽ നടക്കും, കോളേജെല്ലാം ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവൂലേ, കല്യാണല്ലേ, കുറച്ചൊക്കെ കണ്ടിട്ടില്ലാന്ന് നടിക്കണ്ടേ. 2, തെറ്റിനെ പരസ്യമാക്കുന്നവർ. ഹറാമ് ചെയ്യുക എന്നിട്ട് സ്റ്റാറ്റസ് ഇടുക, ഹറാമ് ചെയ്യുക എന്നിട്ട് വീഡിയോ ഇടുക, എന്നിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. 3, സ്ഥിരം തെറ്റ് ചെയ്യുന്നവർ. എല്ലാ രാത്രിയും ലാസ്റ്റ് സീൻ ടുഡേ 12:54. 4, മുർത്തദ്, എക്സ് മുസ്ലിം. 5, ബിദ്അത്തുകാർ. ഈ 5 എണ്ണത്തിന് ആട്ടി ഓടിക്കും. റസൂലുള്ള ഭാവം ഹൗദുൽ കൗസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. തങ്ങളോട് വേണ്ട നബിയെ കൊടുക്കണ്ടെന്ന്. തങ്ങൾക്ക് ശേഷം അവർ ചെയ്ത വൃത്തികേട് തങ്ങൾക്ക് അറിയായിട്ടാണ് അങ്ങനെ പറയാത്ത. ഒരു സംശയം ഉണ്ടാവും അവിടെ. തുറന്നു അലയ്യ അമാലും ഉമ്മത്തി എന്നല്ലേ, എൻ്റെ ഉമ്മത്തിൻ്റെ എല്ലാം ഞാൻ കാണൂന്നല്ലേ. ഈ ഫാസിഖീങ്ങളുടെ തെറ്റൊന്നും തങ്ങളാകുന്ന ഷറഫാക്കപ്പെട്ട കണ്ണിന് കാണിച്ചു കൊടുത്തിട്ട് തങ്ങൾക്ക് വിഷമാക്കൂല. അതതിൻ്റെ തഹ്ഖീഖ്. അബ്ദുല്ലാഹി സിറാജി ഞങ്ങളുടെ സൂറത്തുൽ കൗസറിന്റെ വ്യാഖ്യാനം. നോമ്പില്ലാതെ പകലിരുന്ന് തിന്നുന്ന വീഡിയോ റീലിടുന്ന മക്കളുടെ കാലമാണ്. എങ്ങനെ വേണമെങ്കിലും നടന്നോ, കളിയും തമാശയും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നല്ല മക്കൾ ഈ അടുത്ത് മൊബൈലിൽ കണ്ടു, റമദാൻ മാസം കളിയും തമാശ. ഇന്ന് ഒളിച്ചിരുന്ന് നോമ്പ് മുറിക്ക്, നോമ്പില്ലാതെ പകലിരുന്ന് തിന്നുന്ന വീഡിയോ റീലിടുന്ന മക്കളുടെ കാലമാണ്. കുട്ടികൾ നോമ്പ്, ഒരു പാട്ട് തന്നെ ഉണ്ട്, ഇന്ന് പാട്ട് തന്നെ പകല് നോമ്പ് പിടിക്കാതെ ഇരുന്ന് തിന്നുന്ന വീഡിയോ റീലാക്കി ഇട്ടിട്ട് ലൈക്ക് തിണ്ടുന്ന മക്കളുടെ കാലം. നല്ല മക്കൾ അവരുടെ ഇടയിലുണ്ടോ നമുക്കറിയാഞ്ഞിട്ടാ. എടുത്ത് എറണാകുളത്ത് വെച്ച് ഒരു ചെറിയൊരു മുത്താല്യമായ ഒരു മകന്റെ മുമ്പിൽ ഒരു യൂട്യൂബർ ചെന്നിട്ട് പറഞ്ഞു, മോനെ നോമ്പ് മുറിച്ച 500 രൂപ തരാം. 500ന്റെ നോട്ടെടുത്ത് കൊടുത്തു. അതാണ് മക്കളെന്ന് പറഞ്ഞ അങ്ങനെ. ആ കുട്ടിയുടെ ഇടയ്ക്കൽ പോയിട്ട് പറഞ്ഞു, നോമ്പ് മുറിച്ചാ നിനക്ക് 500 രൂപ തരാം. ആ പയ്യൻ പറഞ്ഞു, ഞാൻ മുറിക്കൂല, 1000 രൂപ തരാടാ. 2 500 നോട്ട് കൊടുത്തു. നോമ്പ് മുറിക്ക്, നിനക്ക് ഞാൻ 1000 രൂപ തരാം. മുറിക്കൂല. ഓനോട് പറയാ, ഇതിപ്പോ എല്ലാരും കാണുന്നുണ്ട്, ഇതൊക്കെ ഒരു സോഷ്യൽ വർക്കല്ലേ, ചെയ്തോളാൻ. ആ പയ്യനോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു ഹെഡ്സെറ്റ് തരാം, നീ നോമ്പ് മുറിക്ക്. ഇല്ല. 1.25 ലക്ഷം രൂപയുടെ ഐഫോൺ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നോമ്പ് മുറിച്ച് ഐഫോൺ തരാം. ഇപ്പോഴും പറഞ്ഞു, ഞാൻ മുറിക്കൂല. അപ്പൊ യൂട്യൂബർ ചോദിക്കുന്നുണ്ട്, എന്തേ മോനെ നീ നോമ്പ് മുറിക്കാത്തത്? വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നൊരു ഭാഗ്യമല്ലേ? ആ പൊന്നുമോൻ പറയുന്നൊരു മറുപടി ഉണ്ട്, എടോ റമളാനിലെ ഒരു നോമ്പിന് പകരം ജീവിതകാലം മുഴുവനും നോമ്പൊടിച്ചാലും പകരമാവില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു വെള്ളിയാഴ്ചയും നമുക്ക് നോമ്പ്. ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല. സമാധാന ജീവിതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ജീവിതം താറുമാറായി പോകുന്നു, ജീവിതം കണ്ണുനീരിലായി പോകുന്നു, എവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പരാതിയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന റീസണുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, നിസ്കാരം നീ കളാക്കിയിട്ട് ആണോ നിന്റെ ജീവിതം? നിന്റെ ജീവിതം അന്നു മുതൽ താറുമാറായി തുടങ്ങും. ആദ്യം ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം, 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. രണ്ടാമത്തൊരു പോയിന്റ്, ജീവിതത്തിൽ ആരുടെയെങ്കിലും പരാജയത്തിനോ കണ്ണുനീരിനോ നിങ്ങൾ കാരണമായിട്ടുണ്ട്. കാരണം എന്ത് എന്നറിയാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആണെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൻ്റെ പരാജയത്തിനോ കണ്ണുനീരിനോ, അല്ലെങ്കിൽ നല്ല നിലക്ക് പോയ 2 ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ, നല്ല സമാധാനത്തിൽ ജീവിച്ച 2 ആളുടെ ജീവിതം ഇല്ലാതെയാക്കാൻ, ഇങ്ങനെ ഏതെങ്കിലും പടച്ചോൻ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു പടപ്പിന് കരച്ചിലോ വേദനയോ കൊടുത്തിട്ടുണ്ടോ? അതിന് പലിശ ചേർത്ത് നമ്മൾ അനുഭവിക്കുകയല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല. അള്ളാഹുവിനോട് ചെയ്ത പാപങ്ങൾ ഒറ്റയടിക്ക് അള്ളാഹു മാപ്പാക്കും, തോപ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിച്ചത്, കഷ്ടപ്പെടുത്തിയത്, പറ്റിച്ചത്, 2 ആൾക്കാരെ തമ്മിൽ തെറ്റിച്ചത്, മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകളാണോ, പ്രശ്നങ്ങളാണോ, നമ്മൾ അവരെ പൊരുത്തപ്പെടിക്കൽ വളരെ നിർബന്ധമാണ്.